അറിവുള്ളവൻ്റെ നിശബ്ദതയാണ് അറിവില്ലാത്തവൻ്റെ അടിപിടിയേക്കാൾ ഭയാനകം. മൃത്യുമ അമൃതം ഗമയ എന്നുള്ള ഒരു സനാതന ആശയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഇതാണ്: മർത്യതയിൽ നിന്നും അമർത്യതയിലേക്ക് എന്നെ നയിക്കണമേ. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, മർത്യതയിൽ നിന്ന് അമർത്യതയിലേക്ക്. മർത്യത എന്ന് പറയുന്നത് ഒരു നശ്വരതയാണ്, മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അമർത്യത എന്ന് പറയുന്നത് അനശ്വരതയാണ്, മരണമില്ലാത്തതാണ്. സത്യത്തിനും നീതിക്കും ഒന്നും മരണമുണ്ടാവാൻ പാടില്ല. അവ മരണമില്ലാത്ത സനാതന ആശയങ്ങളുമാണ് എക്കാലവും നിലനിൽക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മളിന്ന് കാണുന്ന നമ്മുടെ ചുറ്റുപാടിൽ ഈ അമർത്യത സത്യത്തിനും നീതിക്കും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അതിനെക്കുറിച്ച് കൃത്യമായൊരു ഉത്തരം പറയാനായിട്ട്. നമ്മുടെ തന്നെ മനസ്സിൽ തോന്നലുണ്ട് അതങ്ങനെയല്ല എന്ന്. അത് ആപേക്ഷികമായി കൊണ്ടിരിക്കുന്നു. സത്യവും നീതിയും ഒരിക്കലും ഒരു ആത്മനിഷ്ഠമാവാൻ പാടില്ല. അത് വസ്തുനിഷ്ഠമായി കാണേണ്ടതാണ്. സത്യത്തെയോ നീതിയെയോ ഞാൻ കാണുന്നതോ നമ്മൾ ആര് കാണുന്നതോ എല്ലാം ഒരുപോലെ തന്നെയാണ്. അതിനെയാണ് വസ്തുനിഷ്ഠം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഭരണഘടനയിൽ ഈ ജീവനും സ്വാതന്ത്ര്യത്തിനും ആർട്ടിക്കിൾ 21 ജീവനും സ്വാതന്ത്ര്യത്തിനും, ലൈഫ് ആൻഡ് ലിബർട്ടി, നമ്മുടെ മൗലിക അവകാശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പൗരൻ്റെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ, സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് പൗരൻ്റെ അവകാശം. നമ്മൾ ഈ കാണുന്ന മണിപ്പൂർ തുടങ്ങിയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർത്തു പോകും, ഇത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തപ്പെട്ടവരുടെ മൗനമല്ലേ ഈ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നവരുടെ നടപടിയേക്കാൾ ഭയാനകം എന്നുള്ളത്. കാരണം നിർത്തേണ്ടവൻ നിർത്തേണ്ടടുത്ത് നിർത്തേണ്ട കാര്യങ്ങൾ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അങ്ങനെ കൈവിട്ടു പോയതും കൈവിട്ടു പോകുന്നതും ഒക്കെ ആയിട്ടുള്ള അവസ്ഥകളല്ലേ പലയിടത്തും നമ്മൾ കാണുന്നത്. മണിപ്പൂർ ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ന്യായ അന്യായങ്ങളിലേക്കോ ഒന്നുമല്ല പോകുന്നത്. ഒരു കാര്യം മാത്രമേ നമുക്കൊക്കെ അറിയാവുള്ളൂ: ധാരാളം പേര് അവിടെ മരിക്കുന്നുണ്ട്. പരസ്പരമുള്ള ഈ കോലാഹലത്തിൻ്റെ പേരിൽ, അവിടെയുള്ള കോലാഹലത്തിൻ്റെ പേരിലും പരസ്പരമുള്ള നാശകരമായിട്ടുള്ള ഉപകരണങ്ങളുടെ തോക്ക് തുടങ്ങി ഉപയോഗിച്ച് എന്തുമാത്രം നാശനഷ്ടം. ഈ പബ്ലിക് പ്രോപ്പർട്ടി, പൊതുമുതൽ സംരക്ഷിക്കുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. പൊതുമുതൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് പൗരൻ്റെ കടമയുമാണ്. നമ്മുടെ മൗലിക ഉത്തരവാദിത്തങ്ങളിൽ പറയുന്നതാണ് അബ്ജർ ഫ്രം വയലൻസ്, നമ്മുടെ ആൻഡ് സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി. എന്തുമാത്രം അത് ഏത് വിഭാഗത്തിൻ്റെ എന്തുമാവട്ടെ നശിപ്പിക്കപ്പെടുന്നത്, പൊതുസ്ഥലങ്ങൾ നശിപ്പിക്കപ്പെടുന്നത്, പൊതുസ്ഥലങ്ങളും അല്ലാന്നുണ്ടെങ്കിലും വയലൻസ് എപ്പോഴും സത്യത്തിനും നീതിക്കും നിരക്കാത്തതാണ്. അപ്പോൾ സത്യവും നീതിയും വാഴുന്നിടത്ത് ഒരിക്കലും ഹിംസയ്ക്ക്, വയലൻസിന് യാതൊരു സ്ഥാനമില്ല. അപ്പം ഇത് എന്തുകൊണ്ട് ഇപ്രകാരം ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് 2-3 മാസമായിട്ടൊക്കെ നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടെ ഉത്തരവാദിത്തപ്പെട്ടവർ ചിന്തിക്കേണ്ടതാണ്. ഉത്തരവാദിത്തപ്പെട്ടവരുടെ മൗനം, ഉത്തരവാദിത്തപ്പെട്ടവർ ആ മൗനം വെടിയുവാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മളും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു, നമ്മളും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളും പരിശ്രമങ്ങളും വഴിയായിട്ട് ഇപ്രകാരം ഈ മരണ സംസ്കാരം നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ ഇടയിൽ നിന്നും മാറിപ്പോകട്ടെ. ഒരു ജീവൻ്റെ സംസ്കാരം, ജീവന് വില കൊടുക്കുന്ന ജീവൻ്റെ വില എന്ന് പറയുമ്പോൾ സത്യത്തിൻ്റെ നീതിയുടെയും വിലയാണ്.
അതിന് വില കൊടുക്കുന്ന ഒരു ജീവൻ്റെ സംസ്കാരം നമ്മുടെ സമൂഹത്തിലുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ശബ്ദവും നമ്മുടെ ഇടപെടലുകളും ഉപയോഗിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.